നമസ്കാരം. ജയറാമിനെ കുറിച്ച് എന്താ ഞാൻ പറഞ്ഞു തുടങ്ങുന്നതെന്ന് എനിക്കറിയില്ല. കാരണം സിനിമയിൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് ജയറാം. ആദ്യമായിട്ട് ഞാൻ ജയറാമിനെ കാണുന്നത് പൊന്മുട്ടയിടുന്ന താറാവ്. ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് തൃശ്ശൂരിനും പാലക്കാടിനും ഇടയ്ക്കൊരു സ്ഥലത്തായിരുന്നു ഷൂട്ട്. ഗുരുവായൂരിൻ്റെ ഏകദേശം ആ പ്രദേശങ്ങളിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നതും ഒക്കെ. അപ്പോൾ അവിടെ എൻ്റെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്ന ആ വീട്ടിനകത്ത് ഉച്ചയ്ക്കൊരു ബ്രേക്കിൽ ഞാനും KPC ലളിത ചേച്ചി ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് പോലെ ഉറങ്ങാനൊരു സ്ഥലം കണ്ടെത്തി വേഗം ഊണ് കഴിച്ചു. കട്ടിലിനടിയിൽ പോയി രണ്ടുപേരും കൂടെ ഒന്നിച്ചാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഷോട്ട് റെഡി എന്താ ഇവിടെ ഉറങ്ങുന്നതെന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ അങ്ങനെ പോയി ലളിത ചേച്ചിക്ക് സ്ഥിരം ഉച്ചയാകുമ്പം ഒന്ന് മയങ്ങണം, എന്നെ ഇവിടെ വിളിക്കും, നീ വാ എന്നും പറഞ്ഞ് അവിടെ പോയി കിടന്ന് നല്ല ഉറക്കമാണ്. പെട്ടെന്ന് മാനേജർ വിളിച്ചു, നാരായണൻ നാഗലശ്ശേരി, ഉറുശ് ഒന്ന് എണീക്കൂ. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഷോട്ട് റെഡിയല്ല, 1 മണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞല്ലോ ഒന്ന്. അല്ലല്ല, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ നമ്മളിങ്ങനെ നോക്കിയപ്പോഴുണ്ട് നല്ല പൊക്കത്തിലൊരു മെലിഞ്ഞ കക്ഷി ജയറാം. അപ്പം ഞാൻ ആ മാഗസീനിലൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ വായിച്ചതാ, പടം കണ്ടിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ജയറാമല്ലേ? ഞാൻ അറിഞ്ഞു, 2 ദിവസമായിട്ട് വരും എന്ന് പറഞ്ഞിരുന്നു, നമസ്കാരമൊക്കെ പറഞ്ഞു. അതെ ഞാൻ വേറൊരു ഷൂട്ടിലായിപ്പോയി, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു, വീട് പെരുമ്പാവൂരാണെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയൊരു പരിചയത്തിൽ തുടങ്ങിയതാണ്. പക്ഷേ അതിനടുത്ത സീൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് വർഷങ്ങൾ എനിക്ക് പരിചയമുള്ള ഒരാളിനോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. വളരെ അപൂർവം പേരെ നമുക്ക് എത്ര അടുപ്പം പെട്ടെന്ന് തോന്നുള്ളൂ. അന്ന് മുതൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. പിന്നീട് പാർവതിയുടെയും ജയറാമിൻ്റെയും പ്രണയത്തിനിടയ്ക്കുമൊക്കെ ഒരുപാട് കള്ളത്തരങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അവരുടെ അശ്വതിയുടെ അമ്മ, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കണ്ണിലെ കരടായിട്ടുണ്ട് ഞാൻ മാത്രമല്ല, അങ്ങനെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രണയം നടക്കാൻ വേണ്ടി. ഒത്തിരി എനിക്ക് സന്തോഷമുണ്ട് ജയറാമിൻ്റെ ഒരു എന്താ പറയുന്ന അനുഭവങ്ങളും അദ്ദേഹത്തോടൊപ്പമുള്ള കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തോടുകൂടി നല്ല സന്തോഷമുള്ള നിമിഷങ്ങൾ ചെലവിടുന്നു. പങ്കെടുക്കാൻ കഴിയാത്തതിൽ വിഷമമുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ നടത്തേണ്ട സമയം കഴിഞ്ഞു. ജയറാമിനെ പോലുള്ളൊരു നടൻ, ഒരു പത്മശ്രീ വരെ നേടിയ നല്ലൊരു കലാകാരൻ, നടൻ മാത്രമല്ല നല്ലൊരു ഗായകൻ, മിമിക്രി ആർട്ടിസ്റ്റാണ്, പിന്നെ ചെണ്ട വിദഗ്ധനാണ്. അതൊന്നും മറക്കാതെ ഇന്നും ആദ്യത്തെ പോലെ തന്നെ കൊണ്ടു നടക്കുകയാണ് ജയറാം. ചിലരൊക്കെ മിമിക്രി കുറേ കഴിയുമ്പം ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ മടിക്കും, അല്ലെങ്കിൽ ചെണ്ട പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പെർഫോം ചെയ്യാൻ ഇത്രയൊക്കെ നടനായില്ലേ, ഇനി എന്തിനാ ഇതിനൊക്കെ പോകുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അത് ഒന്നും തൻ്റെ പുറകുവശത്തുള്ള ഇതുവരെ നടന്ന കാര്യങ്ങളൊന്നും മറക്കാത്ത നടനായതുകൊണ്ട് തന്നെ ജയറാമിന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നുണ്ടാവും. പിന്നെ ഞങ്ങളുടെ സിനിമകൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്ന ഒരു കെമിസ്ട്രി. അപ്പോൾ ഞാൻ ലീഡ് ചെയ്യുന്ന റോളുകൾ ചെയ്യുമ്പോൾ പോലും അത് ജയറാമിൻ്റെ സിനിമയായി മാറുന്നത് പരസ്പരം ഒരു ഈഗോയോ കോംപ്ലക്സോ ഇല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ നല്ല ക്യാരക്ടേഴ്സ് എല്ലാം ജയറാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മുഖചിത്രം, കടിഞ്ഞൂൽ കല്യാണം, ഇതൊക്കെ തന്നെ ആ വിജയത്തിൻ്റെ കാരണം ജയറാമിൻ്റെ സഹകരണമാണ്. ഒരു ചെറിയ എക്സ്പ്രഷൻ പോലും റിഹേഴ്സലിലുള്ളത് വിട്ടുപോയാൽ ജയറാം റീടേക്ക് എടുപ്പിക്കും. അല്ല, പൊടി അത് ചെയ്തിരുന്നു ആ റിഹേഴ്സലിൽ, അത് നന്നായിരുന്നു, അത് മിസ് ചെയ്യരുത്. അത്രമാത്രം എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു നടനാണ്. ഇനിയും ജയറാമിനോടൊപ്പം ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായും അവസരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ കാലത്തും എന്നെയും എൻ്റെ കുടുംബത്തെയും സ്നേഹിക്കുകയും നല്ലത് പറയുകയും ചെയ്ത ജയറാമിനും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അച്ചുവിനും മക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അത് കേട്ടല്ലോ, അത് ഇപ്പൊ പറഞ്ഞ സിനിമകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് കണ്ടായത്. അപ്പൊ ഒരു തിരിച്ചെഴുതുണ്ട്, അതായത് ഇതെല്ലാം കൊണ്ട് ദേഷ്യത്തിനെ നിങ്ങൾക്ക് ഇതിന്റെ വില അറിയില്ല. അതുപോലെ മുഖചിത്രത്തിലെ ഈ രാത്രി ഇടിയും മഴയും വെട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് റോഷിയുടെ എൻട്രി. അപ്പൊ ഒരു വിളി വിളിച്ചിട്ടൊരു ഓട്ടം ഉണ്ട് ഏതാണെന്ന് കരുതിയിട്ട്. സിനിമകളല്ലേ പൊന്മുട്ടയുടെ താറാവിന്റെ അവിടെ വെച്ചാൽ പരിചയപ്പെടുന്നത്. ലാസ്റ്റ് ചെയ്തത് കോവിഡ് സമയത്ത് പുത്തം പുതുക്കാലം, ഇതോ അല്ലെ നമ്മുടെ പുത്തം പുതുക്കാലത്തിലെ അത് തന്നെ കാളദാസനും കല്യാണിയും കൂടി അതിന്റെ ഇളയ കാലഘട്ടം. ഞങ്ങളുടെ മനസ്സ് പഴയതിലേക്ക് പോകുമ്പോ അവർ രണ്ടുപേരാണ്. ബ്യൂട്ടിഫുൾ കെമിസ്ട്രി, അമേസിംഗ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോഴും അതാ പറഞ്ഞേ, നിങ്ങൾ ഒരുമിച്ച് വരുമ്പോ മലയാളിക്ക് അത് ഉത്സവമാണ്, അത് യാതൊരു സംശയമില്ല. കാരണം അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പം ഉറുശേച്ചി പറഞ്ഞ കൂട്ടത്തില്
നിങ്ങളുടെ പ്രണയത്തിന് ഒരുപാട് സഹായിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഒരു കാലഘട്ടം പറയും? എന്താ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ സംസാരിക്കാൻ ഒന്നും പറ്റില്ലല്ലോ. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അശ്വതിയുടെ അമ്മ. അപ്പോൾ വല്ല എഴുത്തു കൊടുക്കാനോ കാര്യങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ദൂതായിട്ട് ഒരുപാട് പേരുണ്ട് പല സെറ്റുകളിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനില്ലാത്ത സെറ്റിൽ അവിടെ അഭിനയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഉർവശിയാണ് അങ്ങോട്ട് എത്തിക്കാൻ, അത് എത്തിക്കാൻ എല്ലാം ഒരുപാട് പേരെന്നെ സഹായിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ കണ്ടാൽ ആൾക്ക്. ആ കല്യാണം നടക്കാനായിട്ടല്ലേ കാരണക്കാരായിട്ടുള്ള ഒരുപാട് ഉർവശിയായിട്ടുള്ള ആ ഒരു മൊമെന്റുകളിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു മൊമെന്റ് ഒന്ന് ഓർത്ത് പറഞ്ഞു. അയ്യോ എത്ര ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് പഞ്ചതന്ത്രത്തിൽ എൻ്റെ വൈഫാണ്. അപ്പോൾ അതിനകത്ത് ഞങ്ങളെല്ലാം കൂടി മറ്റേ ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ഓരോ വീട്ടിലെല്ലാം ഭാര്യമാരോട് കള്ളം പറയും. അപ്പോൾ ഉർവശിയാണ് ഞങ്ങൾ അപ്പോൾ ഒന്നും എഴുതിയിട്ടില്ല, അപ്പം ഉണ്ടാക്കിയതാണ്. ഓർക്കണില്ലേ ഫോണില് പറഞ്ഞ് അത് ലാസ്റ്റ് ഞാൻ ആ ഇതോടുകൂടി പറഞ്ഞ് അപ്പുറത്തേക്ക് വീഴും. എന്നിട്ട് വായിൽ കുറച്ച് പൊടിയൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പ ചെയ്തതാണ്. അപ്പ ഇംപ്രവൈസ് ചെയ്തതാണ്. അത് ഞാൻ പറഞ്ഞു എല്ലാത്തിനും ഇങ്ങനെ കെട്ടയ്ക്ക് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. അതുപോലെ തന്നെ പറഞ്ഞു ഈ ചില എക്സ്പ്രഷൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻ ചെയ്യണം. അതേപോലെ തന്നെ ഏറ്റവും മലയാളത്തിൽ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പാട്ടാണ് ആ തങ്കത്തോണി എന്നുള്ള പാട്ട്. എല്ലാം കൂടി 3 മണിക്കൂറിലെടുത്ത പാട്ടാണ്. 3 മണിക്കൂർ പഴനിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഉർവശിയല്ലേ ഞാൻ ക്യാമറ ഓൺ ചെയ്തോന്ന് പറഞ്ഞിട്ട് ഉർവശി ആ പഴനി മലയാളത്തിലെ കംപ്ലീറ്റ് അമേസിംഗ്. ഞാൻ പറഞ്ഞത് അത് അഗൈൻ നമ്മൾ പിന്നെയും വീണ്ടും പറയുമ്പോൾ മറ്റേ ഗോൾഡൻ ക്ലാസിക്സ് ഓഫ് മലയാളം പറയുന്ന കാലഘട്ടത്തിലൂടെ തന്നെയാണ് അത് പോകുന്നത്. ഉർവശി പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഇനിയും അങ്ങോട്ട് നിങ്ങൾ ഒരുമിച്ചുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. പിന്നെ ഒരു ചോദ്യം, ജയറാമാണോ പാർവതി അഭിനയിക്കണ്ടെന്ന് പറഞ്ഞത്? അവൾ നല്ല സുന്ദരി, അത് മുഖം നോക്കിയിരുന്നാൽ എത്ര നോക്കിയിരുന്നാലും മടുക്കാത്തൊരു സൗന്ദര്യവും അവളുടേതായ എന്താ പറയുന്ന ഒരു പ്രത്യേക അഭിനയ ശൈലിയൊക്കെ ഉള്ളതാണ്. നിർബന്ധപൂർവ്വം അഭിനയിക്കണ്ടെന്ന് പറഞ്ഞ ജയറാമാണോ ഇല്ല ഉണ്ടകന്നി അച്ചു ആണോ? ഇത് ചോദിച്ച് പറഞ്ഞു ചോദിക്കാതാ. എന്നാലും നമ്മൾ തമ്മിൽ എന്താ ചോദ്യവും പറച്ചിലൊക്കെ ഒന്നുമില്ല. എപ്പോഴും കാണും, വിശേഷം പറയും, ഫോൺ ചെയ്യും. അപ്പോൾ ഒരു ചോദ്യം ഒരു കൗതുകത്തോടെ ഇരുന്നോട്ടെ, ഈ കെയർ ഓഫിൽ ആൾക്കാരെല്ലാവരും മറുപടി കേട്ടോട്ടെ എന്ന് വെച്ചിട്ടാ. ചാച്ച അതൊരു ചോദ്യമാണ്. നിറയെ പേര് എല്ലാവരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അത് അശ്വതിയായിട്ട് എടുത്ത തീരുമാനമാണ്. അതെ, അത് കഴിഞ്ഞും എന്തെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട് മടിയായിരുന്നു പറഞ്ഞു, ഇനി പോയി അഭിനയിച്ചോന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ പറഞ്ഞത്? ചിലവരെ ചില ദൈവം ഇങ്ങനെ ചില ഇതിനു വേണ്ടി സൃഷ്ടിക്കും. ഇപ്പൊ ഇത് ഉർവശി അങ്ങനത്തെ ഒരു ആക്ട്രസ്, അത് അതേപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അശ്വതിയെ ഒരു കുടുംബിനി, ഒരു ഭാര്യയാവാൻ വേണ്ടി ആ കുടുംബത്തിലെല്ലാം ഇങ്ങനെ അതിനു വേണ്ടി ദൈവം സൃഷ്ടിച്ചാണോ എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ അത് സിനിമ വേണ്ടാന്ന് വെച്ചിട്ട് ഏറ്റവും ഒരു ലൈം ലൈറ്റിൽ ഇരിക്കുന്ന ടൈമിലാണ് സിനിമ വേണ്ടത്. അല്ലെങ്കിൽ ഒരു കല്യാണം ഞങ്ങളുടെ കഴിയുന്ന സമയത്ത് ഷി വാസ് ഇൻ എ വെരി ബിഗ് പൊസിഷൻ. ഞാൻ പോലും അങ്ങനെ ഇല്ല. അത് വിട്ടുകളഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം ലൈഫ് മാറ്റിവെച്ച് ആ കാര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ബ്ലെസ്ഡ് ആണ്.